ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി പുത്തൻ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പൊ നമുക്ക് ഒരു പുതിയ എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്ന കാഴ്ച നമ്മുടെ കണ്ണന്റെ വീടാട്ടോ. കണ്ണന്റെ വീട്ടിൽ നമ്മുടെ കണ്ണന്റെ രണ്ടാനമ്മയും നമ്മുടെ മേഘനാഥൻ അച്ഛൻ വാമദേവനും കൂടി ഇങ്ങനെ സംസാരിച്ചിരിക്കുക. അപ്പൊ അവരിങ്ങനെ നമ്മുടെ കണ്ണനെ പറ്റി തന്നെ പറയുന്നേ, ആ ഒരു സ്വന്തം ബന്ധുക്കൾ തന്നെയാണല്ലോ കണ്ണന്റെ ശത്രുക്കൾ അല്ലെ. അപ്പൊ അവരിങ്ങനെ നമ്മുടെ കണ്ണന്റെ അമ്മ ഇങ്ങനെ പറയുന്നുണ്ട്, അവനെ ഇപ്പൊ ഇച്ചിരി കാരണവര് കളി കൂടുതലാ, കല്യാണം കഴിഞ്ഞതിന് ശേഷം അത് 10 ഇരട്ടി ആയിരിക്കുവാ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ വാമദേവനും പറയുന്നുണ്ട്, ശരിയാണ്, അവന്റെ കാരണവര് കളി ഒട്ടും സഹിക്കാൻ പറ്റാത്തതാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മഹാലക്ഷ്മിയും സാഗറും കൂടി വരുവാട്ടോ. അവര് മാർക്കറ്റിൽ നിന്ന് സാധനങ്ങളൊക്കെ ആയിട്ട് വരുന്ന നിമിഷമായിരിക്കും. അപ്പൊ ഇവരെ കാണുമ്പോ പിന്നെ നമ്മുടെ കണ്ണന്റെ അമ്മ തുടങ്ങും, ഓ അവളിപ്പോ ഇവന്റെ നേരെ ഏത് നേരവും ചുറ്റിക്കറങ്ങല, ഷോപ്പിൽ അക്കൗണ്ടന്റ് ആണ്, പക്ഷെ ഇവളുടെ ഡ്രൈവർ പണിക്കാ കണ്ണൻ ഇപ്പൊ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കുറെ പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ മഹാലക്ഷ്മി ഉള്ളിലേക്ക് വരുമ്പോൾ നമ്മുടെ മഹാലക്ഷ്മിയും കുറെ ചീത്ത പറയുന്നുണ്ട്, നീ എന്തിനീ ഈ മാർക്കറ്റിലേക്ക് കയറി ഇറങ്ങുന്നത്, ഇവന്റെ കൂടെ ചുറ്റിക്കറങ്ങാനാണോ, ഒരു ഫോൺ കോൾ മതിയല്ലോ, വേണ്ട സാധനങ്ങളൊക്കെ ഇവിടെ എത്തിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞ് മഹാലക്ഷ്മിയും കുറെ ചീത്ത പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ വാമദേവനായിരിക്കും ഇങ്ങനെ ചോദിക്കുന്നത്, കണ്ണൻ എന്താ സമയമില്ലാഞ്ഞിട്ടാണോ മോളിങ്ങനെ സാഗറിന്റെ ഒപ്പം വിട്ടേന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഇല്ല, കണ്ണേട്ടന്റെ സുഹൃത്തുക്കൾ ജർമ്മനിയിൽ നിന്ന് വന്നിട്ടുണ്ടല്ലോ, അനന്തുവിലേക്ക് വന്നിട്ടില്ല, അപ്പൊ അവർക്ക് കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള എനിക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു, അതിനുവേണ്ടി ഞാൻ ഇങ്ങോട്ട് വന്നേ. കണ്ണേട്ടൻ ആ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് പോയിട്ട് രാത്രി ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞേ വരൂ, ലേറ്റ് ആയിട്ടേ വരൂ എന്നൊക്കെ നമ്മുടെ മഹാലക്ഷ്മി നമ്മുടെ വാമദേവനോട് പറയുന്നുണ്ട്. അപ്പൊ തന്നെ നമ്മുടെ വാമദേവൻ നമ്മുടെ കരുണയുടെ അച്ഛനെ വിളിച്ച്, നമ്മുടെ മഹാലക്ഷ്മിയുടെ അച്ഛനെ വിളിച്ച് പറയുന്നുണ്ട്, എടാ, അവസരം ഒത്തു വന്നിട്ടുണ്ട്, നമ്മുടെ കണ്ണൻ ഇങ്ങനെ ജർമ്മനിയിൽ നിന്ന് വന്ന 2 സുഹൃത്തുക്കളുടെ ഒപ്പം പുറത്താണ്, അവന്റെ ആ ഒരു ലൊക്കേഷനും അവൻ സഞ്ചരിക്കുന്ന റൂട്ടും ഞാൻ അയച്ചു തരാം, ഇന്നത്തോടുകൂടി അവന്റെ പണി തീർത്തോളണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വാമദേവൻ കരുണയുടെ അച്ഛനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ തന്നെ നമ്മുടെ കരുണയുടെ അച്ഛൻ പോയിട്ട് ആൾക്കാരെയൊക്കെ റെഡി ആക്കുക കേട്ടോ. ആ അച്ഛന്റെ ലോറി തന്നെ, ആ ഒരു പഴയ അന്ന് ഡിജിറ്റൽ ലോറി തന്നെയാണ് എടുക്കുന്നത്. അപ്പൊ ആ ലോറിയും പിന്നെ നമ്മുടെ അച്ഛൻ്റെ ഒപ്പം, നമ്മുടെ കരുണയുടെ അച്ഛൻ്റെ ഒപ്പം ഡ്രൈവർ ആയിരുന്ന ഒരു ചെറുക്കനെയും ആട്ടോ വിളിക്കുന്നത്. എന്നിട്ട് അയാളോട് ഇങ്ങനെ പറയുന്നുണ്ട്, ഇന്നത്തോടുകൂടി നമ്മുടെ കണ്ണനെ തവിട് പൊടി ആക്കിക്കൊള്ളു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കർശന നിർദ്ദേശമൊക്കെ കൊടുക്കുക. ഒരു അബദ്ധവും പറ്റരുത്, ഇന്നത്തോടുകൂടി തീർത്തോളണം, ഉറച്ച വാക്കായിരിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കരുണയുടെ അച്ഛൻ സകല കാര്യങ്ങളും പ്ലാൻ ചെയ്യുക നമ്മുടെ കണ്ണനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടോ. കണ്ണൻ അപ്പൊ അപ്പുറത്ത് നമ്മുടെ കൂട്ടുകാരുടെ അടുത്തേക്ക് പോയി അവരുടെ ഒപ്പം ഇങ്ങനെ സമയം ചെലവഴിക്കുക കേട്ടോ. അപ്പൊ അതിനിടയിൽ നമ്മുടെ കണ്ണൻ നമ്മുടെ മഹാലക്ഷ്മിയെ വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്. അപ്പൊ വീഡിയോ കോൾ ചെയ്യുമ്പോൾ നമ്മുടെ മഹാലക്ഷ്മി നമ്മുടെ എന്താ പറയാ അനന്തൂനും ലേഖയ്ക്കും കൊടുത്തയക്കാൻ വേണ്ടിയുള്ള ആ ഒരു ചമ്മന്തിപ്പൊടിയും അച്ചാറൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലായിരിക്കും. അപ്പൊ നമ്മുടെ കണ്ണന്റെ ഫ്രണ്ട്സും നമ്മുടെ മഹാലക്ഷ്മിയോട് വീഡിയോ കോളിലൂടെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് എല്ലാവർക്കും നമ്മുടെ മഹാലക്ഷ്മി ഒത്തിരി ഇഷ്ടപ്പെട്ടു. കണ്ണന്റെ ഭാഗ്യാണ് മഹാലക്ഷ്മി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ടൊക്കെ ഇങ്ങനെ നമ്മുടെ മഹാലക്ഷ്മി ഇട്ട് പൊക്കുന്നുണ്ട്. അതിനിടയിൽ നമ്മുടെ കണ്ണനെ കൊണ്ട് ഇവര് വൈൻ കുടിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ കണ്ണൻ പറയുന്നുണ്ട്, മഹാലക്ഷ്മിയോട് ചോദിക്കണം എന്നൊക്കെ പറയുമ്പോൾ മഹാലക്ഷ്മി ഇങ്ങനെ പറയുന്നുണ്ട്, കണ്ണേട്ടൻ എന്ത് വേണമെങ്കിലും ചെയ്തു, അപ്പൊ അവരുടെ സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആ ഫോൺ കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ കണ്ണൻ എന്താ പറയാ വൈൻ പോലും കുടിക്കുന്നില്ല കേട്ടോ. കണ്ണൻ പറയുന്നത് വേറെ ഒന്നുമല്ല, മഹാലക്ഷ്മി എന്തിനും എന്നോട് സമ്മതം മൂളും, പക്ഷെ ആ ഒരു നല്ല മനസ്സിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാനത് വേണ്ടാന്ന് വെക്കുന്നതല്ലേടാ ഏറ്റവും നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കണ്ണൻ ആ ഒരു വൈൻ പോലും കുടിക്കാതെ ജസ്റ്റ് വെള്ളം മാത്രം കേട്ടോ കുടിക്കുന്നേ. അപ്പുറത്താണെങ്കിൽ നമ്മുടെ കരുണയുടെ അച്ഛൻ ഇവനെ കൊല്ലാൻ വേണ്ടിയുള്ള ആ ഒരു തയ്യാറെടുപ്പൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞു. അവിടുന്ന് ലോറി പുറപ്പെട്ടു കഴിഞ്ഞു. കണ്ണനാണെങ്കിൽ ഇവിടുന്ന് കൂട്ടുകാരുടെ അടുത്ത് നിന്നൊക്കെ ബൈ പറഞ്ഞ് ഇറങ്ങാൻ പോകുക കേട്ടോ. അപ്പൊ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അല്ലെ. നമ്മുടെ കണ്ണൻ എന്തായാലും അറിയാം, ചുറ്റിനും ശത്രുക്കളാണ്, തന്നെ കൊല്ലാൻ തക്കം പറത്തിരിക്കുന്ന ബന്ധുക്കളാണ് ചുറ്റിനും ഉള്ളതെന്ന് നമ്മുടെ കണ്ണന് നല്ലോണം അറിയാം. കണ്ണൻ എന്തായാലും ഒരു അപകടം, ഇപ്പൊ എന്തായാലും കണ്ണൻ മരിക്കാനൊന്നും സാധ്യതയില്ല അല്ലെ. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കഥയ്ക്ക് ഒരു മുന്നോട്ട് പോക്കില്ലല്ലോ. ഇനി കണ്ണന് വല്ല അപകടം പറ്റി വീണ്ടും കിടപ്പാകുമോ? അങ്ങനെ കിടപ്പാകുകയാണെങ്കിൽ നമ്മുടെ കണ്ണൻ പിന്നെ ഉയർത്തെഴുന്നേറ്റ് വരുന്നത് ആ ഒരു ഫുൾ എന്താ പറയാ എഴുന്നേറ്റ് നടക്കാൻ പാകത്തിനുള്ള ഒരു കണ്ണനായിരിക്കണം. അങ്ങനെയാണെങ്കിൽ കഥ അടിപൊളി ട്വിസ്റ്റിലേക്കാവും അല്ലെ. ഇവര് കണ്ണനെ നശിപ്പിക്കാൻ ചെയ്തത് കണ്ണനെ ഫുൾ പവറിലേക്ക് തിരികെ കൊണ്ടുവരും. അങ്ങനെയാണെങ്കിൽ കഥ നമ്മുടെ അടിപൊളിയാവും കേട്ടോ. എന്തായാലും നമുക്ക് നോക്കാം എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. എന്തായാലും കണ്ണൻ ഇത് മുൻകൂട്ടി അറിയും, ഈ അപകടം. കണ്ണന് ഇത്രയും നാളിങ്ങനെ ജീവിച്ചു പോകുന്നത് കൊണ്ട് കണ്ണന് നല്ലോണം അറിയാം ശത്രുക്കൾ ചുറ്റിനുണ്ട്, അതുകൊണ്ട് കരുതി വേണം മുന്നോട്ട് പോകാൻ എന്നൊക്കെയുള്ള കാര്യം അല്ലെ. അപ്പൊ എന്തായാലും നമ്മുടെ മഹാലക്ഷ്മിയുടെ പ്രാർത്ഥനയും കൂടി ഉള്ളപ്പോൾ നമ്മുടെ കണ്ണന് ഒരാപത്തും പറ്റില്ല അല്ലെ കൂട്ടുകാരെ. അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്നതിനെ കാണുമ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.